കണകണമുക്കിൽ സദാചാരോ അത് ഞാനുള്ളപ്പോഴാ. ഹലോ ഹലോ കുടമാറ്റാൻ ഇതിലും വലിയ കുടം ഞാൻ കണ്ടിട്ടുണ്ടോ? എനിക്കടാ ആലമ്പന്മാര് എനിക്കടാ. സദാചാരം അത് ഞാൻ സഹിക്കില്ല. അതിനങ്കിലല്ലേ ഞങ്ങളെത്തെല്ലാം വന്ന്. ഓ അതിനെയല്ലേ സദാചാരം എന്ന് പറയുന്നത്. അപ്പൊ മറ്റേതെന്താ? അന്ത്യശ്വാസം. ആ അതൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ ഇത് ട്രൂ ലവ് ആണ്. ആ എന്നാ കുഴപ്പമില്ല. ഞാനേ സ്ഥിരമായിട്ട് ഇവിടുന്ന ചൂണ്ടിടുന്നേ. നിങ്ങളെ അവിടെ കുറ്റിക്കാളുണ്ട്, മോളെ വെയിലുള്ള പിരമിഡ. എൻജോയ് എൻജോയ്. ആരോരുമില്ലാത്ത തിണ്ടി ഓരടി മണ്ണി. വാ കരയിലിരുന്നിട്ട് ചൂണ്ടയെറിഞ്ഞിട്ട് മീനൊക്കെ പിടിച്ചാലോടാ. കരിമീനും ചാളയും അയിലയും വറ്റയും കിളിമീനും കിട്ടിയാലോടാ. വീട്ടിൽ ചെന്നിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെച്ച് തിന്നാലോടാ. പണിക്ക് പോകാതെ മീൻ പിടിച്ചിട്ട് ഭാര്യയുടെ തെറിയും കേൾക്കാം. ഗ്രൂപ്പിൽ നിന്ന് സേവാക്കി കണ്ട ഐറ്റംസ് ഒക്കെ വീട്ടിൽ പയറ്റി നോക്കാം. അവൾ തൂക്കിയെടുത്തങ്ങ് വലിച്ചെറിയുമ്പോൾ റോട്ടിൽ പോയി അങ്ങ് കിടക്കാം. ചീ 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 പ്രേമ, ചീ 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 പ്രേമ. ഇന്നാർക്കെങ്കിലും പണിയുണ്ടോ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? കേരളത്തിൽ ആർക്കാണ് ഇവിടെ ജോലിയുള്ളേ? 35 വയസ്സായവർക്ക് ഇവിടെ പെണ്ണില്ല. അതെങ്ങനെയാ? ജോലി വേണ്ടേ? കേരളത്തിന്റെ പുറത്തു വരെ രക്ഷകളടാ. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ കഷ്ടം. ആ പ്രേമ, നീ പണിക്ക് വരണ്ട. എന്ത് പണി? ഞാൻ പെയിന്റിംഗ് കോൺട്രാക്ട് എടുത്തിട്ടാ. ഒരാള് കുറവുണ്ട്. 1500 രൂപ വരാം. നീ വാടാ. നീ ഒന്ന് പോയടാ. ഞാനേ MA ആണ്. അല്ല ഏതാ പെയിന്റ്? ഏഷ്യൻ. എന്തേ എന്തോ ഊള പെയിന്റടാ. ഞാനൊന്നുമില്ല. കരിമീൻ കൊത്തുന്ന സമയമാണ്. നീ പണിക്ക് വരണ്ട. പിടിച്ചിരുന്നോ? ഡബിളിമേനോട്ട് പിടിച്ചു കിടത്താണല്ലോ. എന്റെ അല്ലേ, ഞാൻ പിടിച്ചോളാം. ചിരി പൊഴിക്കണം മുത്തോളെ വഴിയരാ. മരപ്പട്ടി ഇറങ്ങി തോന്നുന്നുണ്ടാ. മരപ്പട്ടിയാ? ഇന്നക്ക് വിടാ മണവണാപ്പ. ആശാനെ. ആ 90s കിറ്റ് എത്തിയല്ല. നീ എവിടെ പോയി കിടപ്പടെ? അതെ ആശാനെ, വരുന്ന വഴിക്ക് ചെറിയ സംഭവം ഉണ്ടായിരുന്നു. എന്താടാ? ആശാൻ പണ്ട് പുറകെ കിടന്നൊരു പെണ്ണില്ലേ? ഏത് പെണ്ണ്? ആശാനെ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആശാൻ എന്റെ കയ്യിൽ ലെറ്റർ എന്നിട്ട് ഞാൻ ആ ചേച്ചി കൊണ്ടേ കൊടുത്തിട്ട് ചേച്ചി എന്നെ തല്ലിയത് ഓർമ്മണ്ട? എന്നിട്ട് ഞാൻ ആശാനെ വന്ന് തല്ലി ഓർമ്മണ്ട? തങ്കമണി. ആ ചേച്ചി പിന്നെയും പ്രസവിച്ചു. മൂട് മൊത്തം പോയി. നീ എന്തിനാ മരമാണ് ഇതൊക്കെ എന്റെ അടുത്തെന്ന് പറയണേ? ഇപ്പൊ ആ ചേച്ചിക്ക് 2 ആണും 2 പെണ്ണുമായി. അവൾക്ക് ഇത് തന്നെ പണിയാ. വരൂ ആശാനെ, ആശാനൊരു അവസരം വരും. ചേട്ടാ മീൻബലം കിട്ടിയാ? തിമിംഗലാണ്. എന്താ വേണ? ഇയാളായതുകൊണ്ട് വല്ല പൂഞ്ഞാറ്റിനെ കിട്ടുള്ളൂ. എന്താ രാവിലെ ഒന്നൊരു പച്ചയായിട്ടിരിക്കുക. നിന്റെ കയ്യിലും ഉണ്ടാ? എന്റെയിലൊന്നുമില്ല. എന്റെയിൽ 5 വയസ്സില്ല. കഞ്ചാവിലുണ്ടാ? ഇല്ലടാ, ഉണ്ട്. എന്താ വേണോ? കഞ്ചാവിലാണ് ക്ലാസ്സിൽ പോയിട്ട് എന്ത് ചെയ്യാനാടാ? പുതിയ സിലബസ് ആയിരിക്കും. തന്തമാര് പേടിച്ചു പോയി. എന്താടാ ഇപ്പത്തെ പിള്ളേര്. അത് വിടാശാനെ, അവൻ വന്നില്ലേ? ആര്? ജെൻസിയാ? അവനൊക്കെ സമയത്തിന്റെ വില അറിയോടാ. ഇന്നലെ രാത്രി തുടങ്ങിയ മോങ്ങലാണ്. അവനെന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത്? നമ്മുടെ പുരുന്നാലേ അവന് സന്തോഷമുള്ളതെന്നാ, നമ്മുടെ പുരുന്നാലേ അവന് സമാധാനമുള്ളതെന്നാ. തേങ്ങയാണ് മാങ്ങണെന്ന് പറഞ്ഞിട്ട് ആ കുറഞ്ഞവരും കാണാനില്ല. ഇവൻ തൊടുന്നു. ഞാൻ വഞ്ചിക്കപ്പെട്ട ആശാനെ. അടിപൊളി.
പിന്നെ ആരടാ വഞ്ചി കയറ്റിയത്? ആശാനെ ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും അറിയാണ്ട് 1.5 മാസമായിട്ട് എനിക്കൊരു പെൺകുട്ടിയായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു. എടാ നാറി, ഞാൻ തന്നെ തളിച്ചിട്ട് 6 മാസമായി. അയ്യേ ഒന്ന് വെറുതെ ആശാനെ, നീ പറയടാ കുട്ടാ. പോയാ പോട്ടെ. 1.5 മാസം മുമ്പ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ് ഞാൻ അവളെ. പിന്നെ ഒരു 2 ദിവസം ഫേസ്ബുക്കിലായിരുന്നു. പിന്നെ അവൾ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് പ്രൊമോഷൻ പറയണേക്കടോ. പറയുവാർന്നോടാ. തെണ്ണുണ്ട്. നീ പറയണം മുത്തേ, നീ പറ. 1.5 മാസം മുമ്പ് ഫേസ്ബുക്കിൽ കരിമീന്റെ കുഞ്ഞാണ്. ഫേസ്ബുക്കിലൂടെ കരിമീന്റെ കുഞ്ഞാണ്. പോടാ, കരിമീന്റെ കുഞ്ഞാണ്. ഇവിടെ ശ്രദ്ധിക്കടോ, ഒന്ന് പറയണേ കേക്കടോ. പറഞ്ഞോടാ. 1.5 മാസം മുമ്പ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാണ് ഞാൻ. 2-3 ദിവസം ഫേസ്ബുക്കിലൂടെ സംസാരിച്ചു. അവിടെ നിന്ന് അവൾ എനിക്ക് പ്രമോഷൻ തന്നു. ഇൻസ്റ്റ ID. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റയിലൂടെ ഒരു 5-8 ദിവസം പോയി. അവിടെ നിന്ന് അവൾ എനിക്ക് ഡബിൾ പ്രമോഷൻ തന്നു. അവളുടെ വാട്സ്ആപ്പ് നമ്പർ, പിന്നെ കോളായി, ചാറ്റായി, ഞങ്ങൾ പരസ്പരം ഹൃദയം വരെയും കൈമാറി. ഒരിക്കൽ രാജമ്മനോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അതാണ് എന്നോട് പറഞ്ഞേ. അറിയില്ല. ഒന്ന് പോടോ, നീ പറടാ. അവള് 2K കിട്ടാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? തൂക്കി കയറി വെടിവെക്കലോടോ. 90s പൊട്ടാ. അതൊന്നുമല്ല, 2-3 ദിവസം മുമ്പ് അവളുടെ കൂട്ടുകാരായിട്ട് ബാംഗ്ലൂർ ടൂർ പോയി. അല്ല, എന്നോട് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. ഞാൻ പറഞ്ഞത് അവിടെ താമ്പിള്ളേരിട്ടൊന്നും അധികം കമ്പനി അടിക്കണ്ടത്. അല്ലെങ്കിൽ ഇപ്പത്തെ പിള്ളേരുടെ ഫാഷനാണത്. ഉള്ളതിനെ നല്ലത് കണ്ടാലേ ഉള്ളതിനെ അവിടെ നല്ലതിന്റെ ഒപ്പം പോകും. എന്താടോ ഇതിനർത്ഥം? അതെനിക്കറിയാൻ പാടില്ല. ഇപ്പൊ 2-3 ദിവസമായിട്ട് അവള് ഗോസ്റ്റിങ്ങില്ല. ഗോസ്റ്റിങ്ങാ? എന്ത് സാധനോടത്? അതിനിവിടെ ആരുടെ പ്രേതം കളിച്ചിപ്പോ? അതൊക്കെ ഇപ്പോഴത്തെ ഫ്രീക്ക് ടേംസ് ആണ്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. അത് മാത്രമല്ല, ബ്രെഡ് ക്രംബിങ്, സോംബിങ്, ബെഞ്ചിങ്, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ഇവൻ പറയണ വാക്കിന്റെ അർത്ഥം പഠിക്കണമെങ്കിൽ വല്ല കോഴ്സും ചേരേണ്ടി വരില്ല. ഇതിന്റെയൊക്കെ വിഷമമില്ലേ? നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവിടെ തെങ്ങുണ്ടായിരുന്നു. ദൈവം കഴിഞ്ഞില്ലേ? അല്ലടാ, നിന്നെ ആദ്യം അവരെന്തോ ചെയ്തെന്ന് പറഞ്ഞില്ലേ? അതെന്താടാ സംഭവം? അത് ഗോസ്റ്റിംഗ്. അതായത് ഞാൻ എടുക്കുന്ന മെസ്സേജസും സ്റ്റോറീസ് ഒക്കെ അവള് കാണും, പക്ഷെ ഒന്നും റിപ്ലൈ തരൂല. പ്രേതത്തിനെ പോലെ അങ്ങോട്ട് മാറിക്കും. പണ്ട് സരള എന്നെ ഗോസ്റ്റിങ് ചെയ്യായിരുന്നല്ലേ? ഞാൻ അയക്കുന്ന കത്തിന് അവള് മറുപടിയും തരാറില്ല. തങ്കമണി അവള് മറുപടി തന്നു. ആശാനെ ഒന്ന് വെറുതെ ഇരിക്കി, അവന്ന് പറഞ്ഞോട്ടെ. പറടാ, നമുക്ക് ബാംഗ്ലൂരിൽ പോക്കാം. അങ്ങനെ ഇപ്പൊ താൻ ഓസിന് ബാംഗ്ലൂര് കാണണ്ട. ഇതൊരവനല്ല, പിന്നെ അവളാ. ആശാനെ, അവള് മഴവില്ലായി പോയി. ആശാനെ, അവക്കിപ്പൊ പെൺപിള്ളേരോടാ താല്പര്യം. ലെസ്ബിയൻ എന്താണെങ്കിലും ആയല്ല. അതായി. എന്നാലും അവള് തേങ്ങ വീഴൂടാ. ഒരു മാസം സ്വർഗമായിരുന്നു ആശാനെ. പക്ഷേ എന്റെ ഭാവേനെ നരകത്തിലേക്ക് തള്ളിയിടുമെന്ന് ഞാൻ വിചാരിച്ചു. തേനും പാലൊഴുകാണല്ലോ. ഇത് ഞങ്ങളുടെ പ്രാക്കടാ. അതല്ലേ എല്ലാ പിള്ളേർക്കുള്ള സൂക്കേടാ അത്. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ കിട്ടുമ്പോ കൂട്ടുകാരൻ മുഞ്ചിക്കുന്ന പരിപാടി. അത് കണ്ട ആ ചെക്കനുണ്ടാവും ഗേൾ ഫ്രണ്ട്. പിന്നെ അവന്റെ വരവ് കണ്ടിട്ടേ വെളിച്ചപ്പാട് തുള്ളാൻ പോയാലുണ്ടല്ലോ. എവിടെ പോണ്? മാഷ് പറഞ്ഞ അപ്പനെ വിളിച്ചോട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അപ്പനോട് പറഞ്ഞപ്പോ അപ്പനും മോടാ. എനിക്കത് സഹിച്ചില്ല. അപ്പനെ ഞാൻ വെട്ടി. ഇവരെന്തിനാ പേടിക്കണേ? ഞാൻ മാഷിനെ ഒന്ന് കാണണം. പോലീസുകാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താഴത്തില്ലടാ പോക്കുണ്ടോ? പക്ഷെ എന്തായാലേ കുറച്ചും കൂടി വൈകി വെച്ചെങ്കിൽ അവൻ്റെ ഒപ്പം നടക്കായിരുന്നു. അതൊക്കെയാണ് വൈബ്. എനിക്കുണ്ട് 2 എണ്ണം. ഒരു മധ്യവയസ്സിന്, ഒരു ഫുൾ വയസ്സിന്. നീ ആരാണ് മധ്യവയസ്കൻ ഉദ്ദേശിച്ചത്? വെറുതെ എന്നെ വെക്കിട്ടാ നിൽക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ചാറ്റിണ്ടേ ഭ്രാന്ത് വെച്ചിട്ടാണ് ആ പെണ്ണ് എല്ലാ ആണെങ്കിലും വെറുത്തത്. താന്ന് പോയോളൂ. ഇപ്പൊ നിന്റെയൊക്കെ തലമുറക്ക് എത്ര ഡീസൻ്റാ ഞങ്ങളുടെ തലമുറ. അതങ്ങനെ നിങ്ങളുടെ തലമുറക്കാൾ ഡീസൻ്റ് അല്ലേ എന്റെ തലമുറ? അതങ്ങനെ താൻ തന്നെയും മൂത്ത പെണ്ണിന്റെ പൊളിച്ചോടിയപ്പ താൻ തന്നെ മൂത്ത പെണ്ണിന്റെ പൊളിച്ചോടിയപ്പ അവിടുത്തെ നാട്ടുകാരെ വിളിച്ചപ്പോ ആ ചേച്ചിയോടൊപ്പം ഐസ്ക്രീം കഴിക്കാൻ താൻ ചിരിക്കണ്ട. താൻ മാലിന്യാന്ന് കാണിക്കാൻ വേണ്ടി ബസിന്റെ ഏറ്റവും പുറകെ പോയിട്ട് തിക്കി തിരക്കി ഫ്രണ്ടിലൊന്ന് പെണ്ണുങ്ങളെ എന്തേ ബിജുട്ടി അണ്ണാക്കില്ലോ അടിക്കാനേ
ശരി. അങ്കിൾ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാനിത് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വീക്ക് വരാട്ടോ. അല്ല ഇതാരാ? വൃത്തികെട്ടവൻ നീക്കടാ. റോഷ്നി ദീപു. എനിക്കറിയായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. നീ എന്റെ മെസ്സേജിനൊന്നും 3 ദിവസം റിപ്ലൈ തന്നില്ലല്ലോ. ഇവന്റെ ആരാ? ഒരു ദൈവത്തിനും പെട്ടെന്നൊന്നും നിന്നെ മഴവില്ലാക്കാൻ പറ്റൂല. അതിനെ നീ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? പറ ആശാനെ. ഞാൻ പറഞ്ഞില്ല ആശാനെ എന്റെ ബാവ തിരിച്ചു വരുമെന്ന്. ദേ വന്ന് 3 ദിവസം എന്നെ കാണാൻ എന്റെ ബാവയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പിണങ്ങിയതാ. അതാരാ? അവനെവിടെ? കുഴപ്പമില്ല, നീ വന്നില്ലേ. ഇപ്പൊ എന്റെ ബാവക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ബാവക്കും എന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ലെന്ന്. പറ. ഞാൻ ഇവിടെ ഉണ്ടാവുന്നു. തോലൻ. നീ എന്താ ഇവിടെ? അത് പിന്നെ വെറുതെ സർപ്രൈസ് തരാൻ വന്നേണ. പറ, എനിക്കെല്ലാം കേൾക്കണം. ഈ 3 ദിവസം എന്തൊക്കെ നടന്നു? അത് പറയാൻ പറ്റൂല. 3 ദിവസം പറയാൻ കൊണ്ട് നീ പറ്റില്ലല്ലോ. ജീവിച്ച. എന്തായാലും നീ വന്നല്ല. Who is this? Who are you? ഇതേതാണ് ഈ CBSE? CBSE? This is my bookie. അയ്യോ. നീ എന്നെ തേച്ചതാണല്ലേടി മഴവില്ലേ. എന്റെ അമ്മ. റിപ്പോർട്ടർ അങ്കിൾ, അവര് 3 പേരും കൂടെ ഞങ്ങളെ ഉപദ്രവിച്ചു. എന്റെ പൂക്കിനെ അവര് വലിച്ചോണ്ടുപോയി. എന്നെ വലിച്ചുകൊണ്ടുപോയി. വെൽക്കം ടു കണക്കുണ ന്യൂസ്. ഞാൻ നിങ്ങളുടെ കണക്കുണ മോഹനൻ. ഞെട്ടുക കേരളമേ ഞെട്ടുക. പട്ടിയായാൽ കുരയ്ക്കും, പൂച്ചയായാൽ മാന്തും, പ്രാവായാൽ പറക്കും, കാക്കയായാൽ തൂറും. കേവലം ഒരു മനുഷ്യനായാൽ ഒന്ന് പ്രണയിക്കില്ലേ? അതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടോ? പുഴക്കരയിൽ പ്രണയിക്കാനെത്തിയ കപിതാക്കൾക്ക് നേരെ ക്രൂരമർദ്ദനം. മർദ്ദിച്ചതിൽ 3 പേർ അറസ്റ്റിൽ. ഒരു യുവാവ്, ഒരു മധ്യവയസ്കൻ, പിന്നെ കാമം നരയായി തലക്ക് കയറിയ വൃദ്ധനും. ഇവർ 3 പേരും പോലീസ് കസ്റ്റഡിയിലാണ്. ലജ്ജിക്കുക കേരളമേ ലജ്ജിക്കുക. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്റെ പൊന്നു സാറേ, ഞാൻ ചൂരിടാൻ വന്നാണ് സാറേ. സാറേ എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. സാറേ എല്ലാം ഇവനാണ് സാറേ ചെയ്തത്. എല്ലാം ചെയ്ത് ഇവനാ സാറേ. ഇവനാണ് സാറേ, ഈ തെണ്ടിയാണ് സാറേ. ഇവൻ 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 ഞങ്ങൾ പാവങ്ങളാണ് സാറേ, രക്ഷിക്കണം സാറേ. നിനക്കൊന്നും പറയാനില്ലടാ. ഞാൻ സിഗ്മ മേല സാറേ. അവന്റെ അമ്മൂമ്മയുടെ സിഗ്മ. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും ഉപദ്രവങ്ങളും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ എന്തിനാണ് ഈ പ്രാർത്ഥന ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. കഥയിലേക്ക് പോവാം. നീ എന്നെ തല്ലല്ലടാ. ആശാനെ ആശാനെ അടിക്കുമ്പോ എന്തേ? നീ എന്നെ ആശാനെ തന്നൂലേ? ആശാനെ വിട്ടോടാ, 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 വിട്ടോടാ. കേറി, കേറി, പോ, 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 പോ. നീ നേരത്തെ പറഞ്ഞ പേര് ഉഗ്രം പേര്. വാടാ, വാടാ, ജോലിക്ക് പോകാം. ആശാനെ അയ്യോ ചേട്ടാ, അമ്മ വീട്ടിലൊറ്റക്കാടാ. അമ്മേ നീ എന്റെ ചേട്ടനെ തന്നൂലേ? പോകി നീ ഇപ്പൊ അന്നേരം പറഞ്ഞു മനസ്സിലാക്കി. ഓക്കേടാ. ഞാൻ പോയിട്ട് പാപ്പനെ വിളിച്ചിട്ട് വരാം. ദീപു, നിന്റെ ലവ് ട്രൂ ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയടാ. നമുക്ക് ദേ അവിടെ പോയി സംസാരിക്കാം. വാ വാ. അമ്മേ ഇതെവിടെയാ സ്ഥലം? അമ്മേ